ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പുഴുവൊക്കെ ഉണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പം ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം സ്ട്രെയിനറിലിട്ടിട്ട് നല്ല വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മൈദക്ക് പകരം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ആകുമ്പോൾ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്നും കൂടെ ക്രഞ്ചി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചൊന്ന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ സോയാ സോസ് ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോളിഫ്ലവർക്ക് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചൊന്ന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല തിക്കായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം ഈ ഒരു പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബാറ്റർ അധികം തിക്കാവാനും അതുപോലെ തന്നെ അധികം ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺഫ്ലവർ നല്ല ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഓയിൽ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓയിലൊക്കെ നല്ല ചൂടായതിന് ശേഷം ഓയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല ക്രിസ്പി തന്നെ ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൽ റവയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ മൈദക്ക് പകരം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കോളിഫ്ലവർ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ ഞാനുള്ള ബാക്കിയുള്ള കോളിഫ്ലവറൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. എല്ലാ കോളിഫ്ലവറും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നല്ലോണം ഗാർലിക്ക് എടുക്കാം കേട്ടോ. അപ്പം വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് നല്ലോണം കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഒന്നാമത് ചൈനീസിൻ്റെ ആ ഒരു റെസിപ്പി അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്ക് നല്ല കൂടുതലിട്ട് അത്രയും ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അധികം വേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉള്ളി ഇതുപോലെ തിന്നായിട്ട് വേണ്ടെങ്കിൽ നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ക്യാപ്സിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ചൊന്ന് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉള്ള അതിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നവരെ കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ചില്ലിയുടെ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സോസും വരുമ്പോൾ നമ്മൾ ഈ ഒരു ചൈനീസ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ സോസും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും നമ്മൾ ആ ഒരു ചൈനീസിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ കിട്ടുക. അപ്പം ഗ്രീൻ ചില്ലി സോസ് പിന്നെ അതുപോലെ തന്നെ സോയാ സോസ് പിന്നെ ടൊമാറ്റോ സോസ് എല്ലാം കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് അളവ് അതിനനുസരിച്ചിട്ട് ചേർത്ത് വെത്താൽ മതി കേട്ടോ സോസുകളൊക്കെ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ തിക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അധികം തണുക്കരുത്. അധികം തണുത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഒന്നാമത് ചൈനീസും ആകുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കേണ്ട
കഴിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. എന്നിട്ട് അതൊന്ന് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാനാണ് വേണ്ടത്. അപ്പം അരിപ്പൊടിയും അതുപോലെ തന്നെ റവ ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു മാറ്റം എങ്ങനെയുണ്ട് എന്നുള്ള ഒന്ന് അറിയിക്കണേ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗ്രേവി വേണമെങ്കിൽ ഉള്ളി ഇതൊക്കെ വഴറ്റിയതിന് ശേഷം കോളിഫ്ലവർ ഇടുന്നതിന് മുന്നേ ആയിട്ട് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലവർ ഇട്ട് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.